ഈ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട എന്റെ മോൻ പോയി നയിച്ചുകൊണ്ടിരുന്ന പൈസയാണ്. അതിന്റെ ഇതിൽ കുത്തിയിരുന്ന പൈസ ഒന്നും കിട്ടൂല. അവിടെ ഒരു ഫോണിൽ മെസ്സേജും ചാറ്റിങ്ങും. എന്താടി നീ ഈ കുടുംബം കത്തിക്കോ? നീ നാശം പിടിച്ച സാധനം. പാല വച്ചു പോയതുണ്ട് നീ. ഇനി മഞ്ജു വെള്ളം കയറുന്ന മോട്ടർ ഓണാക്കിയേ. എന്റെ ഈശ്വര, മോട്ടോർ ഓൺ ചെയ്തിട്ട് അരമണിക്കൂറായി. മോട്ടോർ ഓൺ ചെയ്തിട്ട് ഇവളെവിടെ പോയി? അരമണിക്കൂറായി മോട്ടോർ ഓൺ ചെയ്തിട്ട്. നീ മൊബൈലിൽ കുത്തിയിരിക്കണ? ഞാനത് മറന്നുപോയതാണമ്മ. മറന്നുപോയാ നീ? അരമണിക്കൂറായി മോട്ടോർ ഓൺ ചെയ്തിട്ടിട്ട് അവള് ഫോണിൽ കുത്തണത്. ഈ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട എന്റെ മോൻ പോയി നയിച്ചുകൊണ്ടിരുന്ന പൈസയാണ്. അതിന്റെ ഇതിൽ കുത്തിയിരുന്ന പൈസ ഒന്നും കിട്ടൂല. അവിടെ ഒരു ഫോണിൽ മെസ്സേജും ചാറ്റിങ്ങും. ചേച്ചി 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 ആരാണാവോ? കൊറേ നേരമല്ലേ വിളിക്കുന്ന? എന്താ മോനെ? ചേച്ചി പത്രത്തിന്റെ കാശി. ഇവിടെ നിൽക്കട്ടാ, അപ്പൊ തരാട്ടാ. ഇടി മഞ്ജു, മഞ്ജു, ഡി മഞ്ജു, ഡി മഞ്ജു, ഡി ഡി നീ ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയണുണ്ടാ? ആ ചെക്കൻ വന്ന് പത്രത്തിന്റെ പൈസക്ക് എന്തോരല്ലേ വിളിച്ചെന്നറിയോ? ഞാൻ അടുക്കളയിൽ നിന്ന് ചെന്നിട്ട് ഞാൻ പണി സ്ഥലത്ത് നിന്ന് ചെന്നും കണ്ടാണ് ആ ചെക്കനെ നോക്കിയത്. പേപ്പറിന്റെ പൈസക്ക് വന്നതാണ്. നീ കുണ്ടൻ മുത്തിക്കേറ്റ് വെച്ച് നീ വല്ലതും അറിയണുണ്ട് ഇവിടുത്തെ? ഞാനിവിടെ വീണ് ഇടിഞ്ഞു ഒളിഞ്ഞു വീണോ തുള്ളി വെള്ളം ചോദിച്ചാൽ നീ കേൾക്കോ? കേൾക്കോ നീ? ഈ ചേട്ടൻ എനിക്ക് പൈസ അയച്ചെന്നാ മതി. അവർ പോകുമ്പോ ഞാൻ പോയി എടുത്തോളാം. ആ സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളത്. എല്ലാവരും പാലാണ് ഈ തിളച്ചു പോണത്. എന്താടി നീ ഈ കുടുംബം കത്തിക്കോ? നീ ഒരു ഫോൺ വിളി. ഞാൻ ചേട്ടനെ ഏത് നേരം ഇതാണ്. നശിപ്പിക്കും നീ. ഹലോ, കേട്ടില്ലേ നിങ്ങളുടെ അമ്മ പറയണത്? എടീ, അവര് വയസ്സായ ആൾക്കാരല്ലേ, നീ ഒന്ന് ക്ഷമിക്ക്. അവര് പറയണത് മൈൻഡ് ചെയ്യണ്ട. നീ ഇതിലേ കേട്ട് അതിലേ വിടാ. വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഞാൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ചേട്ടന് അതൊക്കെ പറയാ, ഞാനല്ലേ ഇത് ഇവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. നീ നിന്റെ അമ്മനെ കാണണ വഴി എൻ്റെ അമ്മനെ കാണും. ഇത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ നിനക്ക് കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. ഏത് സമയം നോക്കിയാലും ഫോണിൽ കളിയാണ് നീ. അതെനിക്കും അറിയാം. അത് ഞാൻ ക്ഷമിക്കണില്ലേ? അപ്പം അതേമാതിരി നീ ഒന്ന് കൺട്രോൾ ചെയ്യ് ഏട്ടാ. ഞാൻ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യ്. നീ എല്ലാം ശരിയാക്കാം ഏട്ടാ. ഓക്കെ? എനിക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ചേട്ടൻ എപ്പോഴാണെന്ന് വെച്ചാൽ വായോ. ഞാൻ എന്തായാലും ചേട്ടൻ പറഞ്ഞേക്കുമ്പോ ഞാൻ ഇവിടുന്ന് പോവും. അമ്മേ. ഓട് വന്ന എന്തെടുക്കാണ്? അമ്മേ നല്ല വലിയ വെങ്കടം ഉണ്ടെന്ന് അത് കറി വെക്കണ്. ഇരിക്കി ചോറൊക്കെ തിന്നിട്ട് പോവാ. ഞാനിനി പോവാൻ കണക്കാക്കി വന്നല്ല അമ്മേ. ഒന്നുമില്ല, അവിടെ തൊട്ടേനും പിടിച്ചതിനൊക്കെ പ്രശ്നമാണ്. അമ്മ വെറുതെ കിടന്ന് ഒച്ചെടുക്കണേ. അതൊക്കെ ഉണ്ടാവും മോളെ, അമ്മമാരല്ലേ. ഞാനൊന്ന് പാല് തിളപ്പിച്ചാലും അല്ലെങ്കിൽ പുറത്താരെങ്കിലും വന്നാലും അതെ ഒത്തിരി നേരം വെറുതെ ഇരുന്നാലും എപ്പോഴും വഴക്ക് തന്നെയാണ്. മോള് അവനൊരു കള്ളുടിയനല്ല, ഒരു തല്ലിപ്പൊളിക്കാരനല്ല. അവനും അവന്റെ അമ്മയും നല്ല ക്ലിയറാണ് നമ്മളെ കാഴ്ചപ്പാടിൽ. നീ പോവാണ്ടിരിക്കുന്നതിനാണ്. ആ തള്ളയുടെ വായ ശരിയല്ല അമ്മ. ഏത് നേരം ഒച്ചയാണ്. എനിക്ക് പറ്റൂല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റണ്ടേ? കള്ളന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഉണ്ട് കുറ്റം. നീ ഫോൺ തോണ്ടലും ചവിട്ടി കുത്തി കയറ്റിയും കുറെ കൂടുതലാണ്. എനിക്കറിഞ്ഞൂടെ? ചോറും തട്ടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അമ്മേ,
ആ മോള് വന്നാ എന്തേ പോയിട്ട് വേഗം പോന്നേ? അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാണമ്മ. എന്തേ? ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനും പറഞ്ഞു ഇനി ഉണ്ടാവില്ല, ഞാൻ ആവർത്തിക്കൂല ഇനി. ഞങ്ങള് നിന്നെ പൊന്നു പോലെയാണ് ഞാനും എന്റെ മോനും കൂടി നോക്കണത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നിന്റെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നീ വഴക്കിട്ട് ചെന്നപ്പോൾ നിന്റെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പൊ ഒരു നല്ലൊരു സ്ത്രീയാണ് നിന്റെ അമ്മ. ഞാൻ കുറെ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരുന്നു, പക്ഷെ അതെനിക്ക് പറ്റിപ്പോയതാണ്. അമ്മ എന്തായാലും ഈ ഫോൺ അമ്മ വെച്ചോ. ഇത് അമ്മയ്ക്ക് വേണ്ട, ഇത് മോൻ തന്നെ വെച്ചോ കേട്ടാ. ഇത് കാണേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് കാണേണ്ട സമയത്ത് മാത്രം ഉപയോഗിക്കുക കേട്ടാ. അമ്മനോട് ക്ഷമിക്കണം. അമ്മ ക്ഷമിച്ച്, മോനോട് ക്ഷമിച്ചിട്ടാ.